സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ശില്പ സുരേന്ദ്രന്റെ വാഹനം ഇടുക്കി അടിമാലിയിലെ ഗാരേജിൽ നിന്നുമാണ് ഇപ്പോൾ കസ്റ്റംസ് പിടിച്ചെടുത്തിട്ടുള്ളത്. ഇത് 96 മോഡലാണ്. അപ്പം ഇത് ഓൺ ചെയ്യുന്ന നമ്മളുടെ കേരളത്തിൽ വേറെ ലേഡീസ് ഇല്ല. അപ്പം നമ്മൾ അത്രയും ഒരു ഇതിലാണ് ഈ ഒരു വാഹനം എടുക്കുന്നത്. പക്ഷെ അത് ഇത്രയും ഒരു കാര്യങ്ങൾ ഇതിന്റെ പുറകെ വരുന്നുണ്ടെന്ന് പോലും നമുക്ക് അറിയില്ലല്ലോ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു വാഹനം എടുക്കുമ്പോൾ എന്റെ ഫുൾ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇതിൽ. ഫുൾ ഇൻവെസ്റ്റ്മെന്റ് A to Z. എനിക്ക് ഒറ്റ ഒരു വാഹനമേ ഉള്ളൂ, അതിൽ ഫുൾ ഇൻവെസ്റ്റ്മെന്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അത് ഓൺ സ്പോട്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അതിന് ഇനി ബാക്കി എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യും. പിന്നെ ഗവൺമെന്റിന്റെ എൻഡിൽ നിന്നും അത് ചെയ്യണം. ബിക്കോസ് നമ്മളെ പോലെയുള്ള കുറെ സാധാരണക്കാർ ഇതിൽ പെട്ടിട്ടുണ്ട്. ഇത് മേടിച്ചത് 15 lakhs ആണ്. അപ്പൊ നമ്മൾ പിന്നെ അതിന്റെ റീസ്റ്റോറേഷന് വേണ്ടി ഒരു ഓൾമോസ്റ്റ് 5 lakhs സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ A to Z റീസ്റ്റോറേഷന് വേണ്ടിയാണ് ഇവിടെ ഇപ്പൊ അടിമാലി ഗാരേജ് 68 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ എക്സ്പെൻസും എല്ലാം ഉണ്ട് ഇതിൽ. തിരൂർ സ്വദേശിനി എന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ആ ടൈമിൽ ആളുടെയിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു RC ഉണ്ട്, കേരള രജിസ്റ്റേർഡ് RC. അതിനും പ്രീവിയസ് ആയിട്ട് KA രജിസ്റ്റേർഡ് ആയിട്ടുള്ള RC, അതിന്റെ NOC ഉണ്ട്. പിന്നെ അതിന്റെ പ്രീവിയസ് ഹിസ്റ്ററി നമ്മൾ നോക്കാൻ പോയിട്ടില്ല. ബിക്കോസ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിലല്ല ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യൂ. ഇങ്ങനത്തെ ഒരു കാര്യം നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. കസ്റ്റംസിന് ഇതെല്ലാം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചു. എല്ലാ ഡോക്യുമെന്റ്സ് ഇതുവരെ നമ്മളുടെ ഉള്ള ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രീവിയസ് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നേരത്തെ തിരൂർ സ്വദേശിയിൽ നിന്നുമാണ് ശില്പ വാങ്ങിയത് എന്നുള്ളതാണ് പറയുന്നത്. ഇത് ഫെബ്രുവരി മാസമാണ് ഇവിടെ ഈ ഒരു വാഹനം മോഡിഫിക്കേഷൻ ചെയ്യുന്നതിനായിട്ട് എത്തിച്ചത്. അതും ഫെബ്രുവരി മുതൽ ഇവിടെ ഉള്ളതാണ്. ഈ കസ്റ്റംസ് ഈ വാഹനം നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അടിമാലിയിലേക്ക് വരണമെന്ന് ശില്പയോട് ആവശ്യപ്പെടുകയായിരുന്നു. ഇത്തരത്തിൽ ഭൂട്ടാനിൽ നിന്ന് എത്തിച്ചതാണെന്നുള്ളൊരു കാര്യം അറിയില്ലായിരുന്നു. അങ്ങനെ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. നമ്മൾ KL രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വാഹനം എങ്ങനെയാണ് ഭൂട്ടാനി എന്ന് പറഞ്ഞത്? കാരണം എങ്കിൽ നമ്മളെ ഇന്ത്യയിലുള്ള ഡോക്യുമെന്റ്സ് ഫേക്ക് ആക്കുന്നത് എവിടെ നിന്നായിരിക്കും? ഇന്ത്യയിൽ അത് രജിസ്റ്റർ ചെയ്യണമല്ലേ. ആ രജിസ്ട്രേഷൻ എങ്ങനെ ഫേക്കായി? അത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് പൂർണ്ണമായിട്ടും. അതാണ് ശില്പ പറയുന്നത്. ഈ ലാൻഡ് ക്രൂസർ വാങ്ങിയത് 15 ലക്ഷം രൂപയ്ക്കാണ്. ഇപ്പം മോഡിഫിക്കേഷനായിട്ട് 5 ലക്ഷം രൂപ കൂടെ ചിലവായിട്ടുണ്ട്. അതായത് മൊത്തത്തിൽ 20 ലക്ഷം രൂപ ആയിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിൽ നിയമാനുസൃതമല്ലാതെ കടത്തിക്കൊണ്ട് വന്ന വാഹനമാണോ എന്നുള്ളൊരു കാര്യത്തിലൊന്നും തന്നെ നേരത്തെ അറിവില്ലായിരുന്നു എന്നുള്ളതാണ് ശില്പ പറയുന്നത്. അതോടൊപ്പം കസ്റ്റംസിന് ഈ കാര്യങ്ങൾ ബോധിപ്പിക്കാനായി എന്നും പറയുന്നുണ്ട്. ഏതായാലും നിലവിലിപ്പോൾ കസ്റ്റംസ് ഈ വാഹനം കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്.